വേഗം ഒന്ന് കെട്ടിത്തീർക്ക്. ആ രാമൻകുട്ടി പോരും. മരണ വിടാൻ നോക്കൂല, മരണ തെറി പറയുവൻ. രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ. അതേ വന്നിട്ടുണ്ടാ. എന്റെ കഴുത്തിലേക്കല്ല. സോറി. എന്താ പണി തീർന്നില്ലേ? പിന്നെ ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല, നിന്റെ പണി തീർന്നു. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിൽക്കുവോ? മൂക്കില് പഞ്ഞിയും വെച്ച് വല്ലോടത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? കഴുത ഇടുവാ. അതെ, ഈ പ്രസന്റേഷൻ നമുക്ക് ശവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ? അതല്ലേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്. ബോഡി എവിടെ? പൊറോസ് താഴേല് 2 കിടപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്നറിയില്ല. എന്ത് ബോഡീസ്? ശവം. ആ ശവം കുളിക്കാൻ പോയി. കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെ ശരിയാവാ? രാമകുട്ടി എത്തിയോ? കുളിപ്പിച്ചു മാറാനുള്ള ഡ്രസ്സാ വാങ്ങിച്ചോ. അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഡ്രസ്സ് മാറിയേക്കാം. ഒരു മരണ വീടല്ലേ? നിനക്കല്ല, ശവത്തിനാ. പിന്നെ ശവം കുളിച്ച് ഡ്രസ്സും മാറി ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ പോവല്ലേ? VIP-യോ? ചത്തവരെ കാർ IP അല്ലേ? എനിവേ, നൈസ് മെറ്റീരിയൽ. രാമൻകുട്ടി, 2 മണിക്കൂർ കഴിഞ്ഞ വെറുതെ കത്തിച്ച് കളയാനുള്ള സാധനോ? ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ. സെയിം കളറാ, ആരും അറിയില്ല. എന്താ? ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോടാ പിശാചേ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെട്ടിയിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. വാട വൃത്തിയിട്ടവനെ. മറ്റുള്ളവർക്ക് കൂടി ജെട്ടി ശവം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കോളും.